LCM and HCF എന്നുള്ള സെഷനാണ്. LCM and HCF എന്ന സെഷനാണ് നമ്മൾ ഇന്ന് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ LCM and HCF എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം LCM and HCF എന്ന് പറയുന്ന ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലയോ? റൈറ്റ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് LCM, അതായത് നോക്കുക, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, LCM എന്താണെന്നുള്ളതാണ് ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തു. ഫൈൻഡ് LCM of 5, 6, 9, 12, 10. ഇങ്ങനൊരു നമ്പറിന്റെ LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി യൂസ് ചെയ്യാവുന്ന മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡുകളാണ്. നോക്കാം. സോ നമുക്ക് ചെയ്യാവുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഓരോ നമ്പേഴ്സിന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 5നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 5 into 1, that is 5 itself. 6നെ ചെയ്താലോ 3 into 2 അല്ലേ? 9നെ ചെയ്ത് കഴിഞ്ഞാൽ 3 into 3, that is 3 square. Then 12നെ ചെയ്താലോ 3 into 2 into 2, that is 3 into 2 square. 10നെ ചെയ്താലോ 2 into 5 അല്ലേ? റൈറ്റ്. സോ ഇവിടെ LCM എന്ന് പറഞ്ഞാൽ ഈ 5 നമ്പേഴ്സിന്റെ LCM എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള 5 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട് അല്ലേ? 5 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ 3 പേരുടെയും മാക്സിമം പവർ എടുക്കുക എന്നുള്ളതാണ്. 5ന്റെ മാക്സിമം പവർ ഈ നമ്പേഴ്സിലൂടെ 5 നമ്പേഴ്സിലൂടെ പോകുമ്പോൾ എത്രയാണ്? 5⁻1 ആണ്. ഇൻറ്റു 2ന്റെ മാക്സിമം പവർ എത്രയാ? 2 ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. സോ മാക്സിമം പവർ 2 സ്ക്വയർ ആണ്, അതെടുത്തു. ദെൻ 3ന്റെ മാക്സിമം പവർ എത്രയാ? 9ലാണ് 3 സ്ക്വയർ വരുന്നുണ്ട് അല്ലേ? സോ ദ LCM വിൽ ബി 5 into 2 square into 3 square, that is 2 square is 4, 3 square എത്രയാ പറയൂ? 9 itself. So 5 into 4 പറഞ്ഞോളൂ. 20 into 9 180. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അല്ലേ? ആൻസറിലേക്ക് എത്താൻ നമ്മൾ കുറെ സമയം എടുക്കുന്നുണ്ട്. റൈറ്റ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ നമ്മൾ കുറെ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിനെ എന്താ പറയാ? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയും കേട്ടോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിന് ഓരോന്നിനെ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. എന്നിട്ടോ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഓരോന്നിലെയും ഈ പ്രൈമുകളുടെ മാക്സിമം പവർ ഫസ്റ്റ് തന്നെ 5ന്റെ മാക്സിമം പവർ ഈ 5 നമ്പേഴ്സിലും എത്രയായിരുന്നു? 5⁻1 itself. ഇവിടെയും 5⁻1, ഇവിടെയും 5⁻1, അതിൽ കൂടുതൽ വരുന്നില്ല. ദെൻ 2ന്റെ മാക്സിമം പവർ നോക്കി 12ൽ എന്ത് വരുന്നുണ്ട്? 2ന്റെ സ്ക്വയർ വരുന്നുണ്ട്, അതെടുത്ത് എഴുതി 2ന്റെ സ്ക്വയർ. ദെൻ 3ന്റെ പവർ 9ൽ 2 പ്രാവശ്യം, 6ൽ 3 പ്രാവശ്യം, 12ലും 9ൽ 2 പ്രാവശ്യം 3 സ്ക്വയർ വരുന്നുണ്ട്, 6ൽ 3⁻1 ആ വരുന്നത്. 6ൽ എന്താ? 3⁻1 into 2⁻1 ആണ്. ഇവിടെയും 3⁻1 ആ വരുന്നത്. സോ 3⁻2 ഇവിടെ വരുന്നുണ്ട്. സോ അത് ഇവിടെ നമ്മൾ പുട്ട് ചെയ്തു. സോ 5 into 4 20, 20 into 9 എത്ര വരും മക്കളെ? 180. ഓക്കെ, ഫൈൻ അല്ലേ? ക്ലിയർ അല്ലേ? സോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോങ് ഡിവിഷൻ മെത്തേഡാണ്. ഇതൊക്കെ അറിയുന്നവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ടാവട്ടെ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ മെത്തേഡുകളിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്താണ്? സമയം നിങ്ങൾ ലാഭിക്കണം. സമയം ലാഭിക്കുന്ന തരത്തിലുള്ള ഏതാണോ എളുപ്പം അതെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സോ സെയിം ക്വസ്റ്റ്യൻ എടുക്കാം അല്ലെ? 5, 6, 9, 12, 10. ഓക്കെ, ഞാൻ ആ നമ്പേഴ്സിനൊക്കെ ഇങ്ങോട്ട് എഴുതി. 5, 6, 9, 12, 10. സോ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഏറ്റവും ചെറിയ പ്രൈമായിട്ട് 2 ഏതെങ്കിലും നമ്പറിൽ പോകാൻ നോക്കാം. 6ൽ പോവും, 10ൽ പോവും, 12ലും പോവും. ബാക്കി നമ്പേഴ്സ് അങ്ങനെ തന്നെ എടുത്ത് ചെയ്ത കേട്ടോ.
3 ടൈംസ് പറയും. 9 ടൈംസ്. ഇവിടെ എത്ര ടൈംസ് പറയും? 12. 12ൽ എത്ര ടൈംസ് പറഞ്ഞോളൂ? 6 പ്രാവശ്യം. 5. വീണ്ടും 2 പോകുന്ന 6 കിടക്കുന്നുണ്ട്. അതിന് വേണ്ടി വീണ്ടും എന്ത് ചെയ്യുക? ഈ ലോങ് ഡിവിഷൻ ചെയ്യുക. ബാക്കി നമ്പേഴ്സ് ഒക്കെ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടാൽ മതി. 6ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 5. ഇനി 2 പോയില്ലല്ലോ, അപ്പൊ 3 പിടിക്കാം. 3. 5ൽ 3 പോയില്ലേ, ഇറക്കിയിടുക. 3ൽ 1 പ്രാവശ്യം. 9ൽ 3 പ്രാവശ്യം. 3ൽ 1 പ്രാവശ്യം. 5ൽ പോകത്തില്ല. ദെൻ ഒരു 3 കൂടെ കിടക്കുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? 1 ആക്കി മാറ്റണം. 1 1 1 5. ദെൻ 5 പോവുക. 5 പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതൊന്നാവും. ബാക്കിയുള്ളതൊക്കെ 1 അങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കിയിട്ടാൽ മതി കേട്ടോ. 5ൽ 1 പ്രാവശ്യം. റെഡി? ടീക്ക് അല്ലേ? ഓക്കെ അല്ലേ? സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ വരുന്ന പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2ന്റെ പവർ എത്ര വരുന്നത്? 2 സ്ക്വയർ. 3ന്റെ സ്ക്വയർ 2 പ്രാവശ്യം 3 സ്ക്വയർ ഇൻറ്റു 5. സോ യു വിൽ ഗോട്ട് ദ ആൻസർ, റൈറ്റ്? സോ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? റെഡി? ശരി. പിന്നെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ, 5 10 15 20 ഈ നമ്പറുകൾ നമ്മൾ എടുത്തു അല്ലേ? അപ്പോ ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ചെറിയ നമ്പേഴ്സിന് ഇത് പറ്റുള്ളൂ കേട്ടോ. ചെറിയ നമ്പേഴ്സിന് മാത്രം ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ആയിട്ടുള്ള 20 എടുക്കുക. ബിഗ്ഗസ്റ്റ് നമ്പർ ആയിട്ടുള്ള 20 എടുക്കുക. ഈ 20ൽ ബാക്കി നമ്പേഴ്സ് ഒക്കെ ഡിവിസിബിൾ ആണ്. 5 ഡിവിസിബിൾ ആണ്, 10 ഡിവിസിബിൾ ആണ്, പക്ഷെ 15 ഡിവിസിബിൾ അല്ല. അപ്പൊ 20യുടെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എത്ര? 40. 40ൽ 5ഉം 10ഉം ഓൾറെഡി ഡിവിസിബിൾ ആയിരിക്കും. 15 ഡിവിസിബിൾ ആണോ? അല്ല. സോ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എത്ര? 60 എടുക്കുക. 60ൽ 15 ഡിവിസിബിൾ ആണോ? ആണ്. സോ 60 വിൽ ബി യുവർ LCM. 60 വിൽ ബി യുവർ LCM. ഓക്കെ, ഇതൊരു എന്താ പറയാ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. എങ്ങനെയായാലും ഇതിൽ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോങ് ഡിവിഷൻ മെത്തേഡാണ് രണ്ടാമത് പറഞ്ഞത്. അത് തന്നെ ചൂസ് ചെയ്യുക. ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, റെഡി? സോ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് 25 30 35 ഇവരുടെ LCM എന്തായിരിക്കും? ഇവരുടെ LCM എന്തായിരിക്കും? ഞാൻ 2 മെത്തേഡിലും ചെയ്യാം. ഓ, ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണാൻ ചാൻസ് ഇല്ല. താഴോട്ട് തന്നെ ചെയ്താം. ഓക്കെ, നോ പ്രോബ്ലം. So the question is LCM of ഇവർ, ഈ 3 പേരുടെ LCM അല്ലേ? So it's a prime factorization method. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ വരുമ്പോൾ 25ന് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ നമുക്കറിയാം 5ന്റെ സ്ക്വയർ ആണ്. 30ന് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ നമുക്കറിയാം 5 × 6 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 × 2 × 3 അങ്ങനെ ആകുമ്പോൾ പ്രൈം ആവത്തുള്ളൂ. 35 എന്ന് പറഞ്ഞാൽ എന്താ? 7 × 5. 35 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 × 5 ആണ്. ഓക്കെ, 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ, 30 എന്ന് പറഞ്ഞാൽ 5 × 2 × 3, 35 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 × 5. ഇത് ചെറിയ നമ്പേഴ്സിന് മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ ഇതിന്. സോ പ്രൈം ഫാക്ടറൈസേഷൻ പിന്നെ സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതിനേക്കാളും നല്ല ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ്. ബട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഓക്കെ എങ്കിൽ സമയം കളയാൻ നിങ്ങൾ ഓക്കെ ആണ്. വേറെ ഏരിയയിൽ നിങ്ങൾ ഈ സമയം പിടിച്ചോളുന്നുണ്ടെങ്കിൽ എന്തായാ ഇതും പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള മെത്തേഡ് എപ്പോഴാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത മെത്തേഡ് പഠിച്ച് സെറ്റായി വരുന്നവരെ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ മെത്തേഡ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, സോ LCM is equal to
ഫസ്റ്റ് തന്നെ ഞാൻ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് വരുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ 5ആണല്ലോ വലിയ നമ്പർ, അല്ലെ 7ആണ്. ഓക്കെ, 7ന്റെ മാക്സിമം പവർ 7ആണ്, a⁻1 ആണ്. 5ന്റെ മാക്സിമം പവർ 2 ആണ്. 3ന്റെ മാക്സിമം പവർ 1 ആണ്. 2ന്റെ മാക്സിമം പവർ 1 ആണ്. സോ 7 × 3 21, 21 × 2 42, 42 × 5 സ്ക്വയർ എത്ര? 25 വരും. ഓക്കെ, 40 × 25 എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ എന്ത് വരും? 1050 വരും നിങ്ങളുടെ ആൻസർ. 1050 വരും. കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ സ്പീഡപ്പ് ആക്കണം, മറ്റാരും വരത്തില്ല കേട്ടോ സ്പീഡപ്പ് ആക്കാൻ. ഓക്കെ, എത്ര ആൻസർ വന്നു? 1050 വന്നു ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് പേജ് നമുക്ക് ബ്ലാക്കിൽ എഴുതാം. ഓക്കെ, സോ 1050 വന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? സോ ഇതേ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 25, 30, 35. ഓക്കെ, ഈ ഒരു സാധനത്തിനെ കൂടെ എടുത്തിട്ട് ലോങ് ഡിവിഷൻ ഇട്ടു. ഓക്കെ, 2 പറഞ്ഞോളൂ, പോവില്ല. 15 പ്രാവശ്യം, 35 പ്രാവശ്യം. 3 പോവോ ഏതിലെങ്കിലും? 25 പോവില്ല, 15 പോവും അല്ലേ? ഓക്കെ, 25, 15 5 പ്രാവശ്യം, ദെൻ 35, ദെൻ 3 പോകത്തില്ല, 25 പോവില്ല, 5 പോവില്ല, 15 പോവില്ല, ദെൻ 5 പ്രാവശ്യം, 1 പ്രാവശ്യം, 7 പ്രാവശ്യം, ദെൻ 5 ഇടുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 7 ബാക്കിയാവും. ദെൻ 7 ഇടുമ്പോൾ എന്ത് വരും? 1, 1, 1. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി ഈ സാധനം. 2 × 3 എത്ര? 6. 6 × 7 എത്ര? 42. 42 × 2 5 വരുന്നുണ്ട്, 25 വരുന്നുണ്ട്. ദ ആൻസർ വിൽ ബി സെയിം. പക്ഷേ കുറച്ചുകൂടെ സമയ ലാഭമാണ് ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം 3. പ്രോബ്ലം 3 വന്നിട്ട് 13, 19, 11. ഈ 3 നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 13, 19, 11. ഇവരുടെ LCM ആണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. LCM ഓഫ് 13, 19, 11. LCM എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാവുന്ന വൺ ഓഫ് ദ സ്മോളസ്റ്റ് നമ്പർ. വൺ ഓഫ് ദ അല്ല, സ്മോളസ്റ്റ് നമ്പർ. അതാണ് വേണ്ടത് നമുക്ക് അല്ലേ? സോ ഇവരുടെ 3 പേരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ 3 പേരും എന്താണ്? പ്രൈം നമ്പറുകളാണ്. 3 നമ്പറുകൾ എന്താ മക്കളെ? പ്രൈം നമ്പേഴ്സ് ആണ്. 3 നമ്പേഴ്സ് എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. സോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ, ഇവർ 3 പേരും പ്രൈം നമ്പേഴ്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റു ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. മറ്റു ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ സപ്പോസ് ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഇട്ട് കഴിഞ്ഞാൽ 13, 19, 11. 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 5 ഇല്ല, 7 ഇല്ല. ഇതൊന്നും ഡിവിഷനിൽ പോവില്ല. 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ നമ്പർ മാത്രം ഡിവൈഡ് ചെയ്ത് 1 ആവും. ബാക്കി 19 കിടക്കും, 13 കിടക്കും. ഇനി ഇതിനെ 1 ആക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ 13 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം അല്ലേ? സോ 1 വരും, ഇവിടെ 19 വരും, ഇവിടെ 1 വരും. ദെൻ ഇതിനെ 19 ആക്കണേ, സോറി ഇതിനെ 1 ആക്കണേ നമുക്ക് എന്താണ്? 17 കൊണ്ട് പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള 19 തന്നെ വരണം. 1, 1, 1. സെറ്റ് അല്ലേ? സോ 3 പ്രൈം നമ്പേഴ്സ് അല്ലെ 2 പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ 4 പ്രൈം നമ്പേഴ്സ്, വാട്ട് എവർ പ്രൈം നമ്പറുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? LCM കാണാൻ തന്നിട്ടുള്ള നമ്പറുകളെല്ലാം പ്രൈം നമ്പറുകളാണെങ്കിൽ അവരുടെ LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 13 × 19 × 11 ആയിരിക്കും. 13 × 19 × 11 ആയിരിക്കും. 13 × 19 × എന്തായിരിക്കും? 11 ആയിരിക്കും ഇതിന്റെ LCM എന്ന് പറയുന്നത്. റെഡി? ഓക്കെ, സോ ആൻസർ നോട്ട് ചെയ്യാം. കാൽക്കുലേഷൻ ഉണ്ട് 2717 വരും കേട്ടോ. 13 × 11 143, 143 × 19 2717. റെഡി? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ദ
then ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്? പൊതുവെ വേർഡ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചോദിക്കാറുള്ളത് നോക്കാം. ഓക്കെ, സോ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞു. ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എന്താണ് ക്വസ്റ്റ്യൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് വേർഡ് പ്രോബ്ലംസ് ചോദിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് വേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ find smallest number. Find smallest number which is divisible by x, y, z. x കൊണ്ടും y കൊണ്ടും z കൊണ്ടും ഡിവൈഡ് ചെയ്യാവുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? റിക്വയർഡ് നമ്പേഴ്സ്. എന്താണ് സ്മോളസ്റ്റ് നമ്പർ? മീൻസ് LCM ഓഫ് ദിസ് നമ്പേഴ്സ്. അത് 3 നമ്പർ ഉള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, 4 നമ്പർ ആണെങ്കിലും 5 നമ്പർ ആണെങ്കിലും ഒക്കെ എന്താണ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? സോ പ്രോബ്ലം നമ്പർ 4 നോക്കുക. പ്രോബ്ലം നമ്പർ 4 നോക്കുക. ഫൈൻഡ് സ്മോളസ്റ്റ് നമ്പർ. Find smallest number which is divisible by. Find divisible by 18, 25, 30. സോ അവരുടെ എന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അവരുടെ LCM ആയിരിക്കും അല്ലേ? സോ ലോങ് ഡിവിഷൻ മെത്തേഡാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. 18, 25, 20, 2, 9, 25, 10. ഡിവൈഡ് ചെയ്യാവുന്ന എല്ലാ നമ്പേഴ്സിനും ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഇവിടെ 18 മാത്രം ചെയ്ത് നിർത്തരുത്. 20നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനെയും ചെയ്യണം. ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റും. ഓക്കെ, അപ്പം പറ്റാത്ത സാധനങ്ങൾ ഇറക്കിയിടുക, പറ്റുന്ന സാധനങ്ങൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് വിടുക. ദെൻ 3 ഇവിടെ പറ്റും. എത്ര? 3 ടൈംസ്. മറ്റു രണ്ടെണ്ണത്തിൽ പറ്റില്ല, ഇറക്കിയിടുക. വീണ്ടും 3 ഇവിടെ പറ്റും. സോ എത്ര വരും? 1, 25, 5. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 1 വരും, ഇവിടെ 5 വരും, ഇവിടെ എത്ര വരും? വീണ്ടും 1 വരും. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും, 1 വരും, 1 വരും. ദാറ്റ്സ് ഇറ്റ്. റെഡി? അപ്പോൾ 2 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. റെഡി? റെഡി? സോ ആൻസർ എത്ര വരും? 4 ഇൻറ്റു 9 ഇൻറ്റു 25. ദാറ്റ് ഇസ് 36 ഇൻറ്റു 25. ദാറ്റ് ഇസ് 900. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യനിൽ 30 ആണല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് 20 ആയിട്ട് എഡിറ്റ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് നമ്പർ 20 ആയിട്ട് എഡിറ്റ് ചെയ്യാം. 30 ആവുന്ന സമയത്ത് വേറെ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, റെഡി? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ x, y, z എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ റിക്വയർഡ് നമ്പർ എന്താണ്? LCM ഓഫ് എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും LCM ആണ് വരിക. ഓക്കെ, സോ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 18, 25, 20. നമ്മൾ എന്ത് ചെയ്തു? ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഇട്ട് കൊടുത്തു. സോ നമുക്ക് ആൻസർ കിട്ടിയ എത്രയാണ്? 4 ഇൻറ്റു 9 ഇൻറ്റു 25 ആണ്. ഓക്കെ, റെഡി? ഓക്കെ, സോ എത്ര ക്വസ്റ്റ്യനായി? 4. നെക്സ്റ്റ് ടൈപ്പ് 2 ബേസിക്കലി. ടൈപ്പ് 2 ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടോളൂ. ഫൈൻഡ് സെയിം പാറ്റേൺ, അതായത്
Find smallest number which is divisible by 3 നമ്പേഴ്സ് വരും, എക്സ് വൈ സെഡ് കൂട്ടിക്കാം. And leaves remainder are in each case. ഒരു ആർ എന്ന റിമൈൻഡർ ഓരോ കേസിലും ഇടുവാണെങ്കിൽ ആ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആർ റിമൈൻഡർ ഉണ്ട്, വൈനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആർ റിമൈൻഡർ ഉണ്ട്, സെഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആർ റിമൈൻഡർ ഉണ്ട്. സപ്പോസ് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഒരു നമ്പറിനെ, അതായത് എന്താ പറയാ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 10 ഓക്കെ, നമ്മളിപ്പോ ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, അപ്പൊ 4 റിമൈൻഡർ വരുന്നുണ്ട്. 20 ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരുന്നുണ്ട്. 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 4 റിമൈൻഡർ വരുന്നുണ്ട്. ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരാം, ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം നിങ്ങൾക്ക്. പ്രോബ്ലം 5 പിടിച്ചോളൂ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കുക. Find smallest number divisible by 12, 16, 8. 3 നമ്പേഴ്സ് ആണ്, 12, 16, 8. And leaves remainder 5 in each case. Leaves remainder 5 in each case. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലോ, how can you do that? എന്ത് കണ്ടുപിടിക്കുക? ഇതിൽ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലല്ലേ നിങ്ങളോട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. LCM ഓഫ് എക്സ് വൈ സെഡ്, 3 നമ്പറിന്റെ LCM കാണുക, 6 കൊണ്ട് ആഡ് ചെയ്യാം. LCM കാണുക, 6 കൊണ്ട് ആഡ് ചെയ്യാം കേട്ടോ. പ്ലസ് 6 എന്നല്ല ഞാൻ പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യുക, LCM ഓഫ് 12, 16, 8 കണ്ടുപിടിക്കുക. അതിനോട് ഇത്ര റിമൈൻഡർ ആയിട്ടുള്ള 5 ആഡ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. 16 എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ. 16 8 ഡിവിസിബിൾ ആണ്, 12 ഡിവിസിബിൾ ആണോ അല്ല. 16ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ എത്ര, 32. 32ൽ 12 ഡിവിസിബിൾ ആണ്, 8 ഓൾറെഡി ഡിവിസിബിൾ ആയിരിക്കും. 12 ഡിവിസിബിൾ ആണോ അല്ല. അടുത്ത മൾട്ടിപ്പിൾ എത്ര, 48. 48ൽ 12 ഡിവിസിബിൾ ആണോ, യെസ്, 4 ടൈംസ്. ഓക്കെ, 12 4 ടൈംസ് വരും. സോ അങ്ങനെ എനിക്ക് LCM എന്ത് ചെയ്തു, ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ LCM എത്ര കിട്ടി, വാട്ട് ഓർ ദ മെത്തേഡ് ഇസ് LCM എനിക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എത്ര കിട്ടിയിട്ടുണ്ട്, 48 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്ത് നോക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡ് ആണല്ലോ നമ്മളിപ്പം ഒരു പ്രൈം മെത്തേഡായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. 2 6 ഓക്കെ, 6 പ്രാവശ്യം, 8 പ്രാവശ്യം, 4 പ്രാവശ്യം. ഓക്കെ, വീണ്ടും 2 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 2 പ്രാവശ്യം. വീണ്ടും 2 3 പ്രാവശ്യം, 2 പ്രാവശ്യം, 1 പ്രാവശ്യം. 3 പ്രാവശ്യം, 1 പ്രാവശ്യം, 1 പ്രാവശ്യം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 1 1. റെഡി? ഓക്കെ, റെഡി? സോ അങ്ങനെ വരുന്ന സമയത്ത് നോക്കിയോ, 2⁴ എത്രയാ, 16 ഇൻറ്റു 3. ഓക്കെ, സോ LCM ഇസ് ഈക്വൽ ടു എത്ര വന്നു, 48. ഓക്കെ, സോ നമ്മുടെ ആൻസർ എത്ര വരും,
നമ്മൾ ആൻസർ എത്ര വരും പറഞ്ഞോളൂ. ഇതിനേക്കാളും 5 കൂടുതലല്ലേ? സോ റിക്വയർഡ് നമ്പർ ഈസ് ഈക്വൽ ടു എത്ര വരും? 48 പ്ലസ് 5 എത്ര? 53. റെഡി? ഫൈൻ. ഒന്നുകൂടെ പറയാം. സോ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് വൈ സെഡ്. എക്സിനെ കൊണ്ടും വൈനെ കൊണ്ടും സെഡിനെ കൊണ്ടും ഡിവിസിബിൾ ആണ്. റിമൈൻഡർ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഡിവിസിബിൾ ആണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ്. ഓക്കെ. ആൻഡ് ലീവ്സ് ദി റിമൈൻഡർ ആർ ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ ആർ റിമൈൻഡർ വെക്കുന്നുണ്ട്. ക്യാപിറ്റൽ ആർ റിമൈൻഡർ കീപ്പ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. സോ എൽ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്, എക്സിന്റെയും വൈന്റെയും സെഡിന്റെ എൽസിഎം കാണുക. then അതിനോട് ആർ എത്രയാണോ ആ റിമൈൻഡർ പറഞ്ഞിട്ടുള്ളത്, ആ റിമൈൻഡർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താൽ റിക്വയർഡ് നമ്പർ ആയി. ഓക്കെ. സോ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവൈഡഡ് ബൈ 12, 16, 8 ആൻഡ് ലീവ്സ് റിമൈൻഡർ 5 in each case. സോ എൽ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് പ്ലസ് ആർ ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ 12ന്റെയും 16ന്റെയും 8ന്റെയും എൽസിഎം ഞാൻ കണ്ടു. രണ്ട് മെത്തേഡിൽ ഞാൻ കണ്ടു തന്നു. 48 തന്നെയാണ് വന്നിട്ടുള്ളത്. സോ റിക്വയർഡ് നമ്പർ എന്ത് വരും? 48 പ്ലസ് 5 53. ഓക്കെ. റെഡി? ശരി. ഓക്കെ. ടൈപ്പ് 2 ഒരു പ്രോബ്ലം വേണോ? ടൈപ്പ് 3 മൊത്തമായിട്ട് പ്രോബ്ലംസ് അടുത്ത സെഷൻസിലൊക്കെ ആയിട്ട് ഇടും. അപ്പൊ നമുക്ക് ചെയ്യാം. ടൈപ്പ് 3 പറയാം. ഓക്കെ. ശരി. ഇപ്പൊ നോക്കുക. അടുത്തെന്ന് പറഞ്ഞാല് ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ. ലെറ്റ്സ് ജസ്റ്റ് ലൈക്ക് എൽസിഎമ്മിന്റെ ടെംപ്ലേറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ. ഇത്രയും എന്തായാലും എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവും കേട്ടോ. ഡിവിസിബിൾ ബൈ എക്സ് കോമ വൈ കോമ സെഡ്. എക്സ് കോമ വൈ കോമ സെഡ് leaves റിമൈൻഡർ. ശ്രദ്ധിക്കുക, leaves റിമൈൻഡർ a കോമ ബി കോമ സി ഇൻ ഈച്ച് കേസ്. എ കോമ ബി കോമ സി ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും എ ബി സി എന്ന റിമൈൻഡറുകൾ കൊണ്ടുവരുന്ന നമ്പേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ. സോ അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ സംഭവം എന്ന് വെച്ചാല് എക്സ് മൈനസ് എ എന്തിന് ഈക്വൽ ആയിരിക്കണം? വൈ മൈനസ് ബിക്ക് ഈക്വൽ ആണ്. അതുപോലെ എന്താണ്? സെഡ് മൈനസ് സിക്കും ഈക്വൽ ആയിരിക്കണം. അതായത് നമ്പറും റിമൈൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമ്പറും റിമൈൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സപ്പോസ് ദാറ്റ് ഇസ് കെ. ഞാൻ ഇതിന് എന്ത് ചെയ്തു? കെ എന്ന് വിളിച്ചു. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ എന്ത് വരും? പറഞ്ഞോളൂ. റിക്വയർഡ് നമ്പർ എന്ത് വരും? റിക്വയർഡ് നമ്പർ ഈസ് ഈക്വൽ ടു LCM ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് മൈനസ് കെ വരും. ഓക്കെ. സോ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫൈൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 3 നമ്പേഴ്സ് തന്നു. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നു. ഈ 3 നമ്പേഴ്സിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാവുന്ന സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഈ 3 നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇവിടെ എന്തായിരിക്കണം? എക്സ് മൈനസ് എയും വൈ മൈനസ് ബിയും സെഡ് മൈനസ് സിയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദ റിക്വയർഡ് നമ്പർ ഈസ് എൽ ഓഫ്, അതായത് LCM ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് മൈനസ് കെ വരും. റെഡി? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി. സോ പ്രോബ്ലം നമ്പർ 6. Okay. Listen. ഞാൻ ജസ്റ്റ് സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ഒന്നും ഇപ്പോൾ പറയുന്നില്ല. അല്ല, എഴുതാം, വലിയ പണിയൊന്നുമില്ലല്ലോ. ഡിവിസിബിൾ ബൈ 36
48 36 48 64 leaves remainder 25 37 53 in each case. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഓക്കെ, റെഡി? സോ ഇവരുടെ ഡിഫറൻസ് എത്രയാ? നിങ്ങൾക്ക് മാറ്റാം, ഒരു സുഖമില്ല. ഓക്കെ, 36ന്റെ 25ന്റെ ഡിഫറൻസ് എത്രയാ? 11. 42ന്റെയും 37ന്റെയും 11. 64ന്റെയും 53ന്റെയും എത്രയാണ്? 11. എല്ലാത്തിന്റെയും 11 അല്ലേ വരുന്നത്? റെഡി? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? പറഞ്ഞോളൂ. നിങ്ങൾ LCM കണ്ടുപിടിക്കുക. ഇതിന്റെ ഫസ്റ്റ്ലി LCM കണ്ടുപിടിക്കുക. 36ന്റേത്, 48ന്റേത്, 64ന്റേത്. ഓക്കെ, സോ നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പിന്നെയും കൊണ്ടുവന്ന് നോക്കാം. ബിക്കോസ് അത് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. 36 എന്ന് പറയുമ്പോൾ എന്താ? 4 × 9 ആണ് അല്ലെ? 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ. അത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വിചാരിച്ചത്. 36ൽ 2 എത്ര പ്രാവശ്യം? 1, അതായത് 3ൽ 1, ബാക്കി 1 6. 16ൽ എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 18ൽ 2 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 9ൽ 3 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. റെഡി? 3ൽ 3 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. സോ വിച്ച് മീൻസ് 2 സ്ക്വയർ 3 സ്ക്വയർ. ഇപ്പോൾ ഫസ്റ്റ് 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഞാനപ്പോൾ എത്ര കിട്ടി നിങ്ങൾക്ക്? 2 സ്ക്വയർ × 3 സ്ക്വയർ. 48. 48ന്റെ ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ എത്ര വരും? 48 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 2 4. വീണ്ടും ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 1 2. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 വരും. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. 3 കൊണ്ട് പോകും 1. സോ ദാറ്റ് ഇസ് 2⁴ × 3. സോ നമുക്ക് എന്ത് ചെയ്യാം? 2⁴ × 3⁴. ഇത്രയും ചെയ്യാനുണ്ട് ഓരോ നമ്പേഴ്സ്. ഓക്കെ, ദെൻ എത്ര? 64 അല്ലേ? 64ന്റെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാം. 2 പോവില്ലേ? പോവും. 3 ടൈംസ് 2 ടൈംസ്. വീണ്ടും 2. 3ൽ 1, 12ൽ 6. വീണ്ടും 2 8 പ്രാവശ്യം. വീണ്ടും 2 4 പ്രാവശ്യം. വീണ്ടും 2 2 പ്രാവശ്യം. സോ 1 2 3 4 5 6. സോ എത്ര വരും? 64 സമം എത്ര വരും? 2�6. 64 സമം എത്ര വരും മക്കളെ? 2�6 വരും. ഓക്കെ, എന്നിട്ട് ഇതിനകത്തുനിന്ന് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ LCM കണ്ടുപിടിക്കുക. LCM is equal to 2ന്റെ മാക്സിമം പവർ 2�6 ഇൻറ്റു 3ന്റെ മാക്സിമം പവർ 3�2. റെഡി? അത്രയേ ഉള്ളൂ. ഓക്കെ, സോ 2�6 എന്ന് പറഞ്ഞാൽ 64. 64 × 9 വരും. 64 × 9 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 576 നിങ്ങളുടെ ആൻസർ വരും. സോ പ്രൈം ഫാക്ടറൈസേഷൻ എത്രത്തോളം മുഷ്കിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ദാറ്റ് ഇസ് എന്ത് ചെയ്യണം? ഓരോ നമ്പറിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ആ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എടുത്തെഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമം ഒരു നമ്പറിന്റെ മാക്സിമം പവർ വരുന്നത് ഏത് നമ്പറിലാണോ അത് പിക്ക് ചെയ്യുന്നു. എല്ലാം ഒന്നൊന്ന് പിക്ക് ചെയ്യണമെന്നില്ലെങ്കിൽ 3 നമ്പേഴ്സിൽ ഏതിലാണോ 2ന്, അതായത് പ്രൈം നമ്പർ ആയിട്ടുള്ള 2ന് മാക്സിമം പവർ വരുന്നത് അതെടുത്ത് എഴുതുക. ദെൻ 3ക്ക് ഏതിലാണോ വരുന്നത് അതെടുത്ത് എഴുതുക. അങ്ങനെ വേണം പോവാൻ. ഓക്കെ, റെഡി? സോ ഇറ്റ് ടേക്സ് ടൈം. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ റിക്വയർഡ് നമ്പർ LCM എത്ര കിട്ടി? 576 കിട്ടി. റിക്വയർഡ് നമ്പർ എന്തായിരിക്കും? 576 മൈനസ് K എത്രയാണ്? K എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിന്റെയും റിമൈൻഡറിന്റെ ഇടയിലുള്ള കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എത്രയാണ് വന്നിട്ടുള്ളത്? ഇവിടെ 11 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആ 11 എന്ത് ചെയ്തു? ഓൾറെഡി പറഞ്ഞതാണ്, അവിടെ മൈനസ് ചെയ്തു. ഇപ്പൊ എത്ര കിട്ടിയ ആൻസർ? 565. ഓക്കെ ആണോ?
ക്ലിയർ ആണോ എല്ലാവർക്കും? റെഡി? സോ ഇതേ ക്വസ്റ്റ്യൻ ലോങ് ഡിവിഷണൽ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും നോക്കാം നമുക്ക്. 64, 48, 64, 48, 36. ഓക്കെ, 2, 32, 24, 18. അതായത് ഒരു പ്രാവശ്യം, ബാക്കി 16-ൽ 8 പ്രാവശ്യം. 16, 12, 9 പ്രാവശ്യം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16-ൽ എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 12-ൽ എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 9-ൽ സ്റ്റോപ്പായി. വീണ്ടും 2. ഇതിൽ 4 പ്രാവശ്യം, 3 പ്രാവശ്യം, 9 പ്രാവശ്യം. വീണ്ടും 2, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 9 പ്രാവശ്യം. വീണ്ടും 2, ഇവിടെ 2 ഉള്ളതുകൊണ്ട് 1, 3, 9. വീണ്ടും 3 ഇടുമ്പോൾ എന്ത് വരും പറഞ്ഞോ? 3 ഇടുമ്പോൾ എന്ത് വരും? 1 തന്നെ. ഈ 3 1 ആയി മാറും. ഈ 9 എന്താവും? 3 ആവും. വീണ്ടും 3 ഇടുമ്പോൾ 1, 1, 1. സോ 3 2 പ്രാവശ്യം, 3 സ്ക്വയർ. 3 2 പ്രാവശ്യം, അതായത് 3 സ്ക്വയർ. ദെൻ 2 എത്ര പ്രാവശ്യം? 1, 2, 3, 4, 5, 6. അപ്പോൾ 2�6 ഇൻറ്റു 3 സ്ക്വയർ. കുറച്ചുകൂടെ സമയം ലെസ് ആണ് എടുക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡിലേക്ക് എത്താൻ ശ്രമിക്കാം. പിന്നെയും LCMന്റെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്ക് വൃത്തിയിൽ ചെയ്യാൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം, 1 by 1 ആയിട്ട് വരാം. ഓക്കെ, റെഡി? ഓക്കെ, റെഡി? സെറ്റ് അല്ലേ? പക്കയല്ലേ എല്ലാവരും? നെക്സ്റ്റിലേക്ക് പോട്ടെ. Ready? So question number 7, P7. Find the smallest 4-digit number. Find the smallest 4-digit number. Find smallest 4-digit number which is exactly divisible by. Which is exactly divisible by. Exactly divisible by each one of the following numbers. Like following numbers. തന്നിട്ടുള്ള നമ്പേഴ്സ് 12, 18, 21. 12, 18, 21. ആൻസർ നോക്കുന്ന സമയത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 10080, ഓപ്ഷൻ ബി 30256, ഓപ്ഷൻ സി 10224, 50321. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ലോങ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ ലോങ് ആയിട്ടുള്ള മെത്തേഡ് അവിടെ നിൽക്കട്ടെ. നമുക്ക് അല്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അത് നോക്കാം. റെഡി? സോ ദ നമ്പേഴ്സ് ആർ 12, ദെൻ എന്താണ് 18, 21 അല്ലേ? ഓക്കെ, റെഡി? ഓക്കെ, സോ നിങ്ങൾ 18 കണ്ടു അല്ലേ? അവിടെ ഏത് നമ്പർ കണ്ടു? 18 കണ്ടു. സൊല്യൂഷൻ നോക്കുക. 18 കണ്ടു. 18നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ എന്താ കിട്ടുക? 2 into 9. ദെൻ 12 ഉണ്ട്. 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ 3 into 2 into 2. 21, 3 into 7. Okay. So the number has to be divisible in 9. അല്ലേ? Number has to be divisible in 9.
9ൽ ഡിവിസിബിൾ ആവണമെങ്കിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 9ൽ ഡിവിസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? 9 ഓർ മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കണം. ഓക്കെ. സോ അപ്പം തന്നെ 5 + 3 എത്രയാ? 8. 8ഉം 2ഉം പറയൂ. 8ഉം 2ഉം എത്രയാ? 8ഉം 2ഉം എത്രയാ? പറ. 2ഉം 10 ആണ് അല്ലേ? 10 1 11. ഓക്കെ. അപ്പം എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ദെൻ 3ഉം 2ഉം 5. 5 5 10 16. ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. ദെൻ ഉള്ളത് ഈ രണ്ട് ഓപ്ഷൻസ് ആണ്. ഓക്കെ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് നമ്പർ ആണ് അല്ലേ? സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. സോ നമുക്ക് ഏതെടുക്കാം? ഇതിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. റെഡി? ഓക്കെ അല്ലേ? ശരി. ബിക്കോസ് നമ്മൾ നോക്കുന്ന സമയത്ത് 9ൽ ഡിവിസിബിൾ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ട്. 10080 10224. സ്മോളസ്റ്റ് നമ്പർ ആകുമ്പോൾ നമ്മൾ ഇത് എടുക്കണം. 4ൽ ഡിവിസിബിൾ ആണോ? 4ൽ ഡിവിസിബിൾ ആണ്. ലാസ്റ്റ് 80, ലാസ്റ്റ് രണ്ട് ഡിജിറ്റ്സ് 4ൽ ഡിവിസിബിൾ ആണ്. ഇവിടെയും ഡിവിസിബിൾ ആണ്. ഓക്കെ. റെഡി? സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂന്നിൻ്റെയും LCM കാണുക. LCM കണ്ടിട്ട് അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ. ആ ലോങ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ മെത്തേഡ് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ വിച്ച് ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ. സോറി, 4-digit നമ്പർ അല്ല, 5-digit നമ്പർ ആണ് കേട്ടോ. 5-digit നമ്പർ വിച്ച് ഇസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഫോളോയിങ് നമ്പേഴ്സ് 12, 18, 21. സോ ഇങ്ങനെ 4 ഓപ്ഷൻസ് വന്നു. അതിൽ നമ്മൾ നോക്കുമ്പോൾ 18ൽ ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? 18ൽ ഡിവിസിബിൾ ആണെങ്കിൽ 2ൽ ഡിവിസിബിൾ ആയിരിക്കണം. ബിക്കോസ് 18ലും 12ലും ഒക്കെ ഡിവിസിബിൾ ആണെങ്കിൽ 2ൽ ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ തന്നെ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ഏതെയാ? 30256 എന്ന ഓപ്ഷൻ ആണ്. ഓക്കെ. റെഡി? 30256 എന്ന ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രശ്നം എന്താണ്? അവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സം ഓഫ് ഡിജിറ്റ്സ് എന്ത് ചെയ്യുന്നില്ല? 9ന്റെ മൾട്ടിപ്പിൾ ആവുന്നില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. പിന്നുള്ള രണ്ട് ഓപ്ഷൻസിൽ ലോവസ്റ്റ് നമ്പർ 10080 ആണ്. ഇത് രണ്ടും എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അതിൽ കുറഞ്ഞ നമ്പർ ഏതാണോ അത് ചൂസ് ചെയ്യാം. റെഡി? ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ്. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ ഇതെന്ത് ചെയ്യാൻ ഞാൻ നോർമൽ മെത്തേഡിൽ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ക്വസ്റ്റ്യൻ 12 നമ്പേഴ്സ് എന്തൊക്കെയാണ്? 12, 18, 21 അല്ലേ? ഇത്ര വരും. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 വരും അല്ലേ? ഓക്കെ. സോ ഇൻ ടോട്ടൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 4 ഇൻറ്റു 9 4 ഇൻറ്റു 3 36 36 ഇൻറ്റു 7 36 ഇൻറ്റു 7 ചെയ്ത് നോക്കാം. എത്ര പ്രാവശ്യം? 3 ഇൻറ്റു 7 സോ 252 കിട്ടും അല്ലേ? 252 കിട്ടും. റൈറ്റ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ
ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്നല്ല പറഞ്ഞത്. അപ്പൊ നമ്മുടെ റിക്വയർഡ് നമ്പർ എങ്ങനെയാണെങ്കിലും ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, LCM ഇൻറ്റു സം കെ ആയിരിക്കും. അതായത് LCM ഇൻറ്റു ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 252 വെച്ച് ഞാൻ ഓപ്ഷനിലേക്ക് നോക്കുകയാണ്. 252 ഇൻറ്റു 4 ആണ്. 252 ഇൻറ്റു 4 ആണ് എന്ത് ചെയ്യുന്നത്, 1008 എന്ന് പറയുന്നത്. 252 ഇൻറ്റു 4 ആണ് 1008 എന്ന് പറയുന്നത്. അപ്പൊ 252 ഇൻറ്റു 40 ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്, ഇതാണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് പിക്ക് ചെയ്യാം ഓപ്ഷൻ എ. ഓക്കെ, സോ അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫൈൻഡ് ദ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഫോളോയിങ് നമ്പേഴ്സ് 12, 18, 21. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രണ്ട് മെത്തേഡുകൾ ചൂസ് ചെയ്യാം. ഒന്ന് എന്താണ്, ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ 18 ഉള്ളതുകൊണ്ട് എന്താണ്, 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 9ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യാം. ആ ഓപ്ഷൻസിൽ ഏറ്റവും എന്ത് ചെയ്യാം, സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണോ അത് മറ്റ് ഡിവിസിബിലിറ്റിയോട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് എന്താണ്, 12 ആകുമ്പോൾ 4ന്റെ ഡിവിസിബിലിറ്റി എന്താണ്, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കണം, 4ൽ ഡിവിസിബിൾ ആയിരിക്കണം. രണ്ടിലും പോസിബിൾ ആണത്. ഓക്കെ, ദെൻ 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. അതും പോസിബിൾ ആണെങ്കിൽ അതിൽ എന്ത് ചെയ്യുക, ലോവസ്റ്റ് നമ്പർ ഏതാണോ അത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 3 നമ്പറിന്റെയും LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി, 252 കിട്ടി. അപ്പൊ ഇനി നമ്പേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നോക്കുക. അതായത് എന്ത് ചെയ്യുക, ഇതിൽ ഏതെങ്കിലും നമ്പറിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും എന്ത് പോകുന്നുണ്ടോ നോക്കുക. അധികം ഓപ്ഷനിൽ വർക്ക് ആവും. ഓക്കെ, ഓപ്ഷനിൽ വർക്ക് ആവേണ്ടതാണ്. ഏത് ക്വസ്റ്റ്യനിൽ ഏത് ഓപ്ഷനിലാണോ എന്ത് ചെയ്യുന്നത്, LCMന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ കിട്ടുന്ന അത് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുക. ഇവിടെ 252ന്റെ ഡബിൾ എത്ര വരിക, 504. 504ന്റെ ഡബിൾ എത്ര വരും, 1008. 1008 ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. റെഡി? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, പക്കയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? അടുത്ത് ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു, നമ്മൾ ഇതുവരെ 8 വന്നതല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ഇനി പറയാനുള്ളത് അല്ലേ. Find the greatest 4-digit number exactly divisible by numbers പറയാം, 12, 18, 21, 28. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 9828, ഓപ്ഷൻ ബി 9882, ഓപ്ഷൻ സി 9728, ഓപ്ഷൻ ഡി 9288. ഓക്കെ, സോ 9828, 9882, 9728, 9288. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 ഉള്ളതുകൊണ്ട് 9ന്റെ ഡിവിസിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം. 20 എന്ന് പറഞ്ഞാൽ എന്താ, 7 ഇൻറ്റു 4 ആണ്. 4ൽ ഡിവിസിബിൾ ആണോ നോക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് 9ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. 9 പ്ലസ് 8 പറ. 17, 19, 19 എത്രയാ, 27. ഇത് ഓക്കെയാണ്. അപ്പോൾ 9 പ്ലസ് 7 16, 16 പ്ലസ് 2 18, 26. ഇത് ഓക്കെ അല്ല, ഇത് ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, 9882 ഇതിലെന്താണ്, ഡിവിസിബിലിറ്റി കറക്റ്റ് ആണ് 9ൻ്റെത്, അതെടുത്തു. 9288ലും എന്താണ്, ഡിവിസിബിലിറ്റി കറക്റ്റ് ആണ് 9ൻ്റെത്. 9 പ്ലസ് 2 എത്ര വരും, 11 വരും. 11 പ്ലസ് 8 19, 27 വരും. ഓക്കെ, നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണെന്നുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് നോക്കേണ്ടതുള്ളതുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് അടുത്ത് 4 ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൽ ഡിവിസിബിൾ ആണോ നോക്കുക. ഇവിടെയാണ് 82 4ൽ ഡിവിസിബിൾ അല്ല കേട്ടോ.
സോ ഈ ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്തു. സോ 9288 ഉണ്ട്, 9828 ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് ലോവസ്റ്റ് നമ്പർ ആണോ ചൂസ് ചെയ്യേണ്ടത്, ഗ്രേറ്റസ്റ്റ് നമ്പർ ആണോ? ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ്. സോ എന്ത് ചെയ്യും, ഓപ്ഷൻ എ വരും ആൻസർ ആയിട്ട്, 9828 വരും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, LCM മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. LCM മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? LCM ഓഫ് 12, 18, 21, 28 ഈ നമ്പേഴ്സിന്റെ LCM കാണുക, അതിനോട് എന്ത് ചെയ്യുക, അതിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഇൻറ്റു കെ, അതിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്താ നിങ്ങളുടെ ആൻസർ വരിക, ഡിസൈഡ് ആയിട്ടുള്ള ആൻസർ വരും കേട്ടോ. LCM കാണുക, LCMന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഇൻറ്റു കെ ആയിരിക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ ചെക്ക് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, LCM കണ്ടുപിടിക്കുക. LCMന് എന്തായിരിക്കും, LCMന്റെ ഏതെങ്കിലും ഒരു എന്തായിരിക്കും മൾട്ടിപ്പിൾ ആയിരിക്കും നിങ്ങളുടെ എന്ത്, നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ LCM കണ്ടുപിടിക്കുക, LCMന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്, നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. റെഡി? പക്ക അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി? ശരി, സോ ഞാൻ അടുത്തായിട്ട് HCF ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. രണ്ടും ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു ബേസിക്സ്, പക്ഷെ കുറച്ച് അധികം കൺസെപ്റ്റ്സിലേക്ക് പോയി നമ്മൾ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? സോ നമ്മൾ HCFനെ പറ്റി പറയുന്ന സമയത്ത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാ പറയുക അല്ലേ? സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിന്റെ കുറച്ച് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ ഫാക്ടർ നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ 2, 6, 8, 12 എടുത്തു നോക്കിയാൽ 2. ഇവരുടെ ഫാക്ടേഴ്സ് എത്രയാണ്? 3 into 2. ഇവരുടെ ഫാക്ടേഴ്സ് എന്തോ 2 into 2 into 2. 12 ഉണ്ടതോ 2 into 2 into 3. ഇതൊക്കെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന നമ്പേഴ്സ് ആയതുകൊണ്ട് ഇത് ചെയ്യാണ് വളരെ സ്പീഡായിട്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്തിടുക ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവരും കോമൺ ഫാക്ടർ ആയിട്ട് ആരാളുള്ളത്? 2 ആണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അബ്സല്യൂട്ട്ലി 2 ഉണ്ട്, ഇവിടെയും അബ്സല്യൂട്ട്ലി 2 ഉണ്ട്. സോ എന്ത് വരും? HCF 2 ആയിരിക്കും. ബിക്കോസ് ഇവിടെ 2ൽ കൂടുതൽ നമ്പർ ഇല്ല അല്ലേ? സോ HCF എന്തായിരിക്കും? 2 ആയിരിക്കും. റെഡി? സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റെഡി? നോക്കാം. Ready? Problem number 10. Find HCF. Find HCF of 30, 48, 30, 48 and 66. ഫസ്റ്റ് എന്ത് ചെയ്യാം? 13 പ്രൈം ഫാക്ടറൈസ് അടിക്കാം. 15 വരും, പിന്നെ എത്ര പോവുക? 3 ആ പോവുക. 5 വരും, ദെൻ 1 വരും. ഓക്കെ, 48 ആണെങ്കിലോ 48 24 വരും, ദെൻ 12 വരും, ദെൻ 6 വരും, ദെൻ 3 വരും, ദെൻ 1 വരും. 66 ആണെങ്കിലോ എത്ര വരും? 11 വരും. റെഡി? സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് ഓരോ 2 വെച്ചിട്ട്. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ദെൻ 3 ഉണ്ട്, ഇവിടെ 3 ഒരെണ്ണം ഇവിടെ ഉണ്ട്, 3 ഒരെണ്ണം ഇവിടെ ഉണ്ട്. വേറെ ഒന്നും കോമൺ അല്ല അല്ലേ? സോ HCF എന്ത് വരും? 3 into 2 6 വരും. HCF is equal to 3 into 2 6 വരും. ഓക്കെ, റെഡി? ലോങ് ഡിവിഷൻ മെത്തേഡിലാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 30, 48, 66. ഓക്കെ, ടു എല്ലാത്തിലും ഡിവിസിബിൾ ആണെങ്കിൽ മാത്രം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. 15, 24,
33. ഇനി 2 ഡിവിസിബിൾ ആണോ? 33 ഡിവിസിബിൾ അല്ല. അപ്പൊ അത് ചെയ്യണ്ട. ദെൻ 3ലേക്ക് കിടക്കും. 3 5 പ്രാവശ്യം. ഇവിടെയോ 8 പ്രാവശ്യം. ഇവിടെ 11 പ്രാവശ്യം. ദെൻ 3 ഡിവിസിബിൾ ആണോ? അല്ല. 5 ഡിവിസിബിൾ ആണോ? 5 ഇതിൽ മാത്രമേ ഡിവിസിബിൾ ഉള്ളൂ അല്ലെ? ഒന്നും ഡിവിസിബിൾ അല്ലല്ലോ. അപ്പോ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം? HCF കംപ്ലീറ്റ് ചെയ്യാം. സോ ഇവിടുത്തെ HCF എത്ര ആയിരിക്കും? 2 × 3 6 ആയിരിക്കും. ഓക്കെ. സോ HCF കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറിയ പ്രൈം ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആണെങ്കിൽ, എല്ലാ നമ്പേഴ്സിനും ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ഓക്കെ. ദെൻ അത് ശ്രദ്ധിക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡ് തന്നെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? HCF കണ്ടുപിടിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ദെൻ 3 നെക്സ്റ്റ് പ്രൈം നമ്പർ എന്താണ്? 3 ആണ്. അത് എല്ലാത്തിലും വർക്ക് ആവുന്നുണ്ടോ നോക്കുക. വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചൂസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾ വെറുതെ ചൂസ് ചെയ്യരുത്. ഓക്കെ. സോ ഇതും 2 സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. പക്ഷെ 2 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്ത്? നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. കേട്ടോ. റെഡി? ഓക്കെ അല്ലേ? അപ്പോ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്രൈം നമ്പേഴ്സിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും HCFന്റെ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. HCF കുറച്ച് ഡെപ്തിലേക്ക് നമുക്ക് പോകാനുണ്ട്. ദെൻ LCMലും ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ട് 2 കാണാം. ഓക്കെ. താങ്ക് യു.